ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ക്രിസ്പിനെസ് ആയിട്ടുള്ള സ്നാക്കാണ്, പെട്ടെന്ന് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ഞാൻ 1.5 കപ്പോളം മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 4 സ്പൂണോളം ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ബട്ടർ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതിപ്പോൾ എണ്ണ ഉപയോഗിച്ച് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. കാരണം എണ്ണയെല്ലാം ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനിയൊന്നും എല്ലാം ഒന്ന് മിക്സാക്കി കിട്ടണം. കാരണം എണ്ണയൊക്കെ കൂടെ മിക്സാകുമ്പോൾ ഈ ഒരു പിടിക്കുന്ന സമയത്ത് ഇതിപ്പോൾ കറക്റ്റായിട്ട് എണ്ണയെല്ലാം മിക്സായെന്ന് മനസ്സിലാവുന്ന ആ ഒരു പിടുത്തം കിട്ടും. അതിനുശേഷം ഞാൻ 2 സ്പൂണോളം കറുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എള്ളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഭംഗിയിലെ ടേസ്റ്റുമാണ്, അത് പൊരിച്ചൊക്കെ വരുമ്പോൾ നമ്മുടെ ടേസ്റ്റാണ്. അപ്പോൾ എള്ളില്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം ഞാനിത് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സാക്കുകയാണ്. നമ്മളൊരു ചപ്പാത്തിയുടെയൊക്കെ പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ്. അപ്പോൾ ഇതിപ്പം കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാനിത് കാണിച്ചത് 1 കപ്പിലാണ്. ഇനി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി മാറ്റിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിപ്പം ഓരോ ഷേപ്പാക്കി ഉരുളകളാക്കിയിട്ട് നമ്മളിനി പരത്താനുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ ഇനി ഓരോ ഉരുളകളാക്കി മാറ്റി വയ്ക്കുക. ഇതിപ്പം ഞാനിപ്പോൾ 1.5 കപ്പിലെ മൈദ ആയതുകൊണ്ട് എനിക്ക് കുറേ ഉരുളകളാക്കേണ്ടി പറ്റത്തില്ല. 4 വലിയ ഉരുളകളാക്കാൻ പറ്റത്തുള്ളൂ. ഇത് വേണമെങ്കിൽ നമ്മൾ ചെറിയ ഉരുളകളാക്കാം. പക്ഷേ എളുപ്പം, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ എളുപ്പം ഇങ്ങനെ വലിയ ഉരുളകളാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ പരത്താം. അപ്പം വലിയ രീതിയിൽ പരത്തിയെടുത്ത് കട്ട് ചെയ്യാനല്ലേ എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ വലിയ ഉരുളകളാക്കി എടുക്കുന്നത്. അപ്പം ഓരോരുത്തർക്ക് എളുപ്പം ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. ചിലവർക്ക് ചെറിയ രീതിയിൽ ബോളാക്കുന്നതായിരിക്കും എളുപ്പം. അപ്പം ഇങ്ങനെ മാറ്റി വെച്ച്, അപ്പോൾ ഇനി പരത്താനാണ് മാറ്റി വെച്ചത്. ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഞാൻ മാവിട്ടിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലൊന്ന് ഇതേപോലെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഇപ്പോൾ മാവിട്ടാണ് ഞാൻ പരത്തിയെടുത്തത്. അപ്പോൾ ഇനി കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഏത് ഷേപ്പ് വേണമെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. കാരണം ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തത്. അത് ക്രോസ് ചെയ്തിട്ട് പിന്നെ നേരെ ഷേപ്പിലോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ പല രീതിയിലും ഓരോർക്കും ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഇതിപ്പോൾ മാവ് ഞാൻ ഇട്ട് പരത്തിയത് കൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകുന്നത്. കാരണം ഇങ്ങനെ നീങ്ങിപ്പോയാൽ നമ്മൾ എടുത്താലും പൊരിക്കുമ്പം കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കും. അഥവാ മാവില്ലാതെ നമ്മൾ കൂടുതൽ പരത്തിയാൽ ചിലപ്പം കറക്റ്റാവത്തില്ല. കാരണം എണ്ണേൻ്റെ അകത്ത് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് നമ്മളെ രീതി വരും. അതുകൊണ്ട് പരത്തുമ്പോൾ മാവിട്ട് പരത്തുക. ശേഷം എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഓരോന്ന് ആദ്യം ഇട്ട് കാണിച്ചതാണ്. ഇനി ഇതിപ്പോൾ ഒട്ടിയിരിക്കുകയാണെങ്കിലും ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് വിട്ട് ഓരോന്നായിട്ട് വരും. കാരണം മാവിട്ട് പരത്തിയത് കൊണ്ട് കൂടുതൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഇല്ല. അതിനുശേഷം ഇത് കുറേ നേരം നമ്മൾ മിക്സ് ആക്കരുത്. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതുണ്ടാ, അപ്പോൾ അത് വിട്ട് വരും. അതിപ്പോൾ എണ്ണയൊക്കെ ഇടുന്നൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് കൂടുതലായി കഴിഞ്ഞാൽ അതൊരു ഡാർക്കായി പോകും, അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. അപ്പോൾ നമ്മളൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ മൊത്തം എല്ലാം ഒന്ന് കോരിയെടുത്ത് മാറ്റിയതാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ല ക്രിസ്പിനെസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഡപ്പാൻ്റെ അകത്തിട്ടൊക്കെ അടച്ചു വെച്ച് ഇത്ര ദിവസം വേണമെങ്കിലൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയും കഴിക്കാം. ഇതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഞാനിത് ചെയ്തതിൽ എനിക്ക് ഇതൊരു മസാലയൊക്കെ ഇട്ട് ചെയ്തതാണ് ടേസ്റ്റ്. അപ്പോൾ ഞാനത് ചെയ്തതാണ് കാണിക്കുന്നത്. അതിനായിട്ടായി 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ അതിന് ശേഷം ഇതിപ്പോൾ ചിക്കൻ ക്യൂബാണ്. ഇപ്പോൾ ഇങ്ങനെ പൊടി ടൈപ്പ് ക്യൂബ് കിട്ടും ചിക്കൻ്റെ. അപ്പോൾ അത് ഇട്ടെടുത്ത് അതിൻ്റെ അകത്ത് ഉപ്പുണ്ട്. അതൊരു ടേസ്റ്റാണ്. ഒരു കൈയുടെ ഒരു പിഞ്ചോളം ഇട്ടെടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാനൊന്ന് നല്ല മിക്സാക്കി എടുത്തതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്തതിൽ നല്ല മറ്റേതും കൊള്ളാം, പക്ഷേ ഇതാണ് മസാലയായിട്ട് ചേർത്തതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് കുറേ നാൾ ഒരു ഡപ്പായിലൊക്കെ അടച്ചിരുന്നാൽ കുറച്ച് നാൾ ഇരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോസ് കമൻസും പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പം താങ്ക് യു.